അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ മുട്ടക്കറി പല തരത്തിൽ കഴിക്കുകയോ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? എന്നാൽ ഇതുവരെയായിട്ടും ബുൾസൈ വെച്ചിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടും തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറില്ല. എന്നാൽ അതിനൊന്നും സമയം കളയാതെ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതിനേക്കാൾ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബുൾസൈയുടെ കറിയാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ദോശ, അപ്പം, പൊറോട്ട ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് പട്ട, ഒരു ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ കുറച്ച് നല്ല ജീരകവും പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾ സ്പൈസസ് എല്ലാം ഒന്നങ്ങ് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും പച്ചമുളകൊക്കെ ആ ഒരു ഓയിലിൽ കിടന്നിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. നമ്മൾ മുട്ട റോസ്റ്റിനൊക്കെ വഴറ്റിയെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ വഴന്ന് വരണം. എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മുടെ കറിക്ക്. ഇതിപ്പോൾ ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ആ ഒരു സവാളയുടെ കളറ് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളിപ്പോൾ പെരിഞ്ജീരകവും നല്ല ജീരകവും പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്നാലായിരിക്കും നമ്മുടെ കറിക്ക് കറക്റ്റ് ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് കിട്ടുക. എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും കുരുമുളക് കൂടുതൽ ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി പൊടികൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഓയിലിൽ കിടന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് സവാള നല്ലോണം ബ്രൗൺ കളറായി വന്ന സമയത്ത് ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഈ ഒരു സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ബുൾസൈൻ്റെ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് എത്രയാണോ മുട്ട ആവശ്യമുള്ളത് അത്രയും മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഓരോ മുട്ടയും ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത മുട്ട ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി സെർവ് ചെയ്യുന്ന സമയത്ത് പരസ്പരം വിട്ടിട്ട് ഓരോ ബുൾസൈ ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക കറിയിൽ. ഇനി നമ്മൾ ഓരോ ബുൾസൈയുടെ മുകളിലായിട്ടും ഒരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർക്കുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റോളം ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ബുൾസൈ ആണല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. രാവിലെ കുട്ടികൾക്ക് കഴിക്കാനും സ്കൂളിൽ കൊടുത്തു വിടാനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണിത്. നമ്മൾ രാവിലെ ആണല്ലോ തിരക്ക് പിടിച്ചിട്ട് കറിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഒരു എഗ് യോക്ക് അധികം അങ്ങ് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടം ഉണ്ടാവില്ല, ലൂസായിട്ടുള്ള മഞ്ഞ കളറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ആ ഒരു സമയത്ത് ഉപ്പ് ഒന്നങ്ങ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബുൾസൈ കറിയാണിത്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.